ഇന്ന് ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ചക്കത് ചള്ളാണ്, കുരുവൊക്കെ ചള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രയുണ്ട് ചക്ക ഉപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ അത് ആദ്യം വേവിക്കുക, ഉപ്പിട്ടിട്ട് വേവിക്കണം കുക്കറിൽ. പിന്നെ കുറച്ചധികം ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ കുത്തിക്കാച്ചലാണ് കേട്ടോ ചക്ക ഉപ്പേരി. ഉള്ളിമുളകും കാച്ചിയത്, വറ്റൽമുളകും ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ ഒന്ന് ചതച്ചെടുക്കാം. അതിന് മുന്നേ ചക്ക ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കയും കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ഒരു സ്വല്പം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചിടണുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് 3-4 വറ്റൽമുളകും പിന്നെ ഇതാ ഇത്രയും ചെറുള്ളിയും വെളുത്തുള്ളിയും കേട്ടോ. കറിവേപ്പില ഇടണില്ല. എന്നിട്ടൊന്ന് ഗ്രൈൻഡറിൽ അടിച്ചെടുക്കാം. ഉള്ളിയും മുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത് 4 മുളക് തന്നെ ഞങ്ങൾക്ക് പാകമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എരിവ് ആവശ്യത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ചക്ക വേവുമ്പോൾ നമുക്ക് കാച്ചിയെടുക്കാം. അപ്പോൾ അത് ചക്ക എന്തോ നോക്കട്ടെ കേട്ടോ. പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ ഉള്ളിയും ഒക്കെ നല്ലോണം വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ചതച്ചതും കറിവേപ്പില കേട്ടോ. നന്നായി മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡി കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ.